ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്നാണ് ദൈവം നരകത്തെ സൃഷ്ടിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നരകം എന്നത് നമ്മുടെ ഇടയിലെ ക്രൈസ്തവ സമൂഹത്തിന് നടുവിൽ അവരുടെ വിശ്വാസത്തിന്റെ കാതലായ ഭാഗമാണ്. നരകമില്ലാത്തൊരു സുവിശേഷമോ നരകമില്ലാത്ത ഒരു വിശ്വാസ പ്രമാണമോ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹത്തിനിടയിലും ഇല്ല എന്നത് വാസ്തവമായതുകൊണ്ട് അവർക്കൊക്കെ ഒരു സന്തോഷം വരാൻ നരകം എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകും. ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഞാൻ എല്ലാം തീർക്കത്തില്ല, ഷോർട്ടായിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കും. അപ്പം നിങ്ങൾ വേണേൽ ഇപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ തന്നെ അല്ലയോടെ നരകമില്ല സ്വർഗമില്ല എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നു മാഷെ. നരകമില്ല എന്നും സ്വർഗമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്. അത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. പറഞ്ഞു തന്നെ പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന നരകത്തെയും നിങ്ങൾ ചിന്തിക്കുന്ന സ്വർഗത്തെയും ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഞാൻ പറയാം. അത് നിലവിൽ കുറെ സ്വർഗസങ്കല്പം ഉണ്ടല്ലോ. ആ ഒരു പ്രസ്താവനയെ, ആ ഒരു പഠനത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയും, നാളെയും പറയും, മരിക്കുന്നതിൻ്റെ അന്ന് വരെ പറയും. കാരണം ഇന്നത്തെ ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്ന സ്വർഗവും ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്ന നരകത്തെയും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന യേശു പഠിപ്പിച്ച സ്വർഗത്തെയും യേശു ക്രിസ്തു പഠിപ്പിച്ച നരകത്തെയും കുറിച്ചാണ്. എനിക്കത് വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നരകം എന്നാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പം നരകം എന്നാണ് ദൈവം സൃഷ്ടിച്ചെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ നിശ്ചയമായിട്ടും പോകേണ്ടത് ഈ നരകത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ഭാഗങ്ങളെക്കുറിച്ച്. അവിടെ പോയ ശേഷം നമുക്ക് എപ്പോഴാണ് സൃഷ്ടിച്ചതെന്നും ആർക്ക് വേണ്ടി സൃഷ്ടിച്ചെന്നൊക്കെയുള്ള വിഷയങ്ങൾ ശാന്തമായിട്ട് പഠിക്കാം. ഓരോ ചെറിയ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കേട്ട് ഗ്രഹിക്കാൻ പറ്റും. ദയവായിട്ട് നിങ്ങളിത് കേൾക്കണം, മുൻവിധിയോട് തന്നെ കേൾക്കണം. ഞാൻ പറയുന്ന എല്ലാം ദുരുപദേശമാണ് എന്ന് ആ രീതിയിൽ തന്നെ കേൾക്കുന്നവർ കേട്ടു. അല്ല, ഇതെന്താണ് ഇങ്ങനെ വേദോസത്തിൽ നിന്ന് എന്താ പറയുന്നത് എന്ന് വിചാരിച്ച് കേൾക്കുന്നവർ കേട്ടു. അല്ല, ഇതൊരു സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരും കേട്ടു. അല്ലെങ്കിൽ എന്തോ സത്യം ഉണ്ടെന്ന് വിചാരിച്ച് കേട്ടു. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കും കേൾക്കാം. യാതൊരു തടസ്സമില്ല. ദയവായിട്ട് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിഴുങ്ങണമെന്നുമില്ല, വിഴുങ്ങേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെയാണോ എന്ന് വേദപുസ്തകത്തെ വെച്ച് പരിശോധിക്കുക. കാരണം നിങ്ങളെല്ലാവരും ബെറോവക്കാരെ പോലെ കേൾക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. നമ്മുടെ മിശിഹാംബരാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം എടുക്കുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. എന്തിനാ അവരെ നിത്യനരകത്തിലേക്ക് വിട്ടതിന്റെ കാരണം മനസ്സിലായോ? കർത്താവ് വന്നപ്പോൾ അവർക്ക് കർത്താവിന് തിന്നാനും കൊടുത്തില്ല, ഉടുക്കാനും കൊടുത്തില്ല, കഴിപ്പാനും കൊടുത്തില്ല, ചേർത്ത് കൊണ്ടില്ല, ഉടുപ്പിച്ചില്ല. രോഗിയായിരുന്നു, തടവിലായിരുന്നവർ കാണുവാൻ വന്നില്ല. ഇതിനകത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് ചാരിറ്റിയാണ്, അല്ലേ? ചാരിറ്റിയാണ്. സ്നാനപ്പെട്ടില്ല, അന്യഭാഷ പറഞ്ഞില്ല, പ്രവചിച്ചില്ല, സഭയിൽ പോയില്ല, സഭായുദ്ധം, ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്റ്റ് വന്നു, ക്രൈസ്റ്റിനെ എന്ത് ചെയ്തില്ല? നിങ്ങൾ കൈക്കൊണ്ടില്ല. അപ്പൊ അവർ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവരോ ദാഹിക്കുന്നവരോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് ഇപ്പം ഈ ചെറിയവരിൽ ഒരുവരെന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കുന്ന ശിഷ്യന്മാർ, യേശുവിന്റെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്തില്ല? ഉണ്ണാനും കൊടുത്തില്ല, ഉടുക്കാനും കൊടുത്തില്ല, ഉടുപ്പിച്ചുമില്ല എന്ന നിലയിലാണ് സംസാരിക്കുക. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗുഡ് വർക്ക്സ്. ദയവായിട്ട് കേൾക്കണേ, ഗുഡ് വർക്ക്സ്. Christian faith, the new covenant faith, is not based on good work or bad work. Christian faith is based on faith on the Lord Jesus Christ and faith of the Lord Jesus Christ. മലയാളത്തിൽ പഴയ നിയമത്തിലത് നല്ല പ്രവൃത്തിയും തീയ പ്രവൃത്തിയിലാണ് പ്രതിഫലം വിഭാഗിക്കുന്നതെങ്കിൽ പുതുനിയമത്തിൽ മനുഷ്യന്റെ രക്ഷയും മനുഷ്യന് ലഭ്യമായിരിക്കുന്ന അവകാശവും
അവന്റെ സൽപ്രവൃത്തിക്ക് ഉള്ള പ്രതിഫലമല്ല, മറിച്ച് യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിന്റെ വിശ്വാസവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നരകത്തിലേക്ക് പോയ ആളുകളെ കുറിച്ച് ആദ്യം അറിയേണ്ട സത്യം, ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് അവരെ നിത്യാഗ്നിയിലേക്ക് വിടുമ്പോൾ, that people, they are not under the old covenant, they are under the new covenant. ശ്രദ്ധിക്കണേ, അവരുടെ പ്രവൃത്തിക്ക് തക്കമായ ന്യായവിധിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, അവൻ തന്റെ ദൂതന്മാരുമായി അവന്റെ രാജ്യത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ഉണ്ടാകും. പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം. ഇറ്റ് ഈസ് നോട്ട് about the church or the present day people. No. 2 Corinthians chapter 5 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ഓരോരുത്തരും അവനവന്റെ നല്ലതാകിലും തീയതാകിലും, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കേണ്ടതിന് ഓരോരുത്തൻ ക്രിസ്തുയേശുവിന്റെ സിംഹാസനത്തിന് മുമ്പ്, ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നല്ല പ്രവൃത്തിയും തീയ പ്രവൃത്തിയും. It's not talking about the new covenant people. It's talking about the old covenant people under the body of Moses, in the body of Moses. When you go when you go forward to book of Revelation, chapter 20 പോകുമ്പോൾ നമ്മൾ വെള്ളസിംഹാസന ന്യായവിധി കാണുന്നുണ്ട്. അവിടെയും ഓരോരുത്തർക്ക് പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. സോ അവിടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഫെയ്ത്ത്. Did you get me? അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അവിടെ പറയുന്നത് ദാറ്റ് ഇസ് ഓൾഡ് കവനന്റ്. നിങ്ങളത് ഇപ്പൊ തന്നെ നിർത്തിയിട്ട് പോകരുത്. അത് നമ്മുടെ ഒരു സഹിഷ്ണുത കാണിക്കണം. കാരണം ഞാൻ ബാക്കി പറയുന്നൂടെ കേക്ക്, ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങുക. കാരണം ഇപ്പൊ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം വെള്ളസിംഹാസന ന്യായവിധി ഒരുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞ് നമ്മൾ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ലോകം മൊത്തം. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര സഹിക്കത്തില്ല. കാരണം നിങ്ങൾ അസഹിഷ്ണുതയിലാകുന്നതിന്റെ കാരണം തന്നെ നിങ്ങൾ അസത്യം പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് കോപം വരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് അസത്യമാണ്. നിങ്ങൾക്കിത് കേട്ടിട്ട് ചിരിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഭയങ്കര സത്യമാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. എന്നെ സംബന്ധിച്ചോളം ഒരു അസത്യം കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കാറുള്ളൂ, എനിക്ക് ദേഷ്യം വരാറില്ല. കാരണം ഞാൻ ബൈബിൾ നോക്കുമ്പോൾ അത് ഉറപ്പാണ്. ഓക്കെ, സോ ഡോണ്ട് ബി പ്രൊവോക്ഡ്, ജസ്റ്റ് ലിസൺ. അപ്പൊ ഇവിടെ ആർക്ക് വേണ്ടിയാ? പിന്നെ അവരോട്, ഇടത്തുള്ളവരോട്, പിശാചിനും ശപിക്കപ്പെട്ടവരെ, ആ പദം ശ്രദ്ധിക്കണം, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. ഇനി നിത്യാഗ്നി എന്ന് പറഞ്ഞാൽ അത് എറ്റേണൽ ഫയർ അല്ലേ? ഇതൊരിക്കും എറ്റേണൽ ഫയർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എറ്റേണൽ ഫയർ? നമുക്ക് ആകെ അറിയാവുന്ന എറ്റേണൽ ഫയർ എന്നേക്കും യുഗയുഗമായി കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വേദോസത്തിൽ തന്നെ ഒരു വാക്യത്തിലേക്ക് ഒന്ന് പോകാൻ പോവാണ്. യൂദയുടെ ലേഖനത്തിലെ 7-ാമത്തെ വാക്യം. ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, ബൈബിളിലെ കാര്യം എടുത്ത് അങ്ങോട്ട് ഇട്ട് പറയത്തുള്ളൂ. 7-ാം വാക്യം. അപ്പൊ നിത്യാഗ്നി എന്ന് പറഞ്ഞാൽ എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന നിത്യനരകം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? നിത്യനരകം എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള ധാരണയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ബൈബിൾ കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, യൂദയുടെ ലേഖനം എഴുതുന്ന സമയത്ത് യൂദ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവരുടെ സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നോക്കിക്കേ, സോദോമും ഗോമോറ എന്ത് ചെയ്യുന്ന? അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ച് കൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സോദോമും ഗോമോറയും നിത്യാഗ്നിയുടെ ദൃഷ്ടാന്തം സഹിച്ച്, നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ക്യാൻ യു ഷോ മീ എ സിംഗിൾ പീസ് ഓഫ് ഫയർ വുഡ് ഈസ്? കാരണം അവിടെയൊക്കെ വീട്ടിൽ അടുപ്പ് കത്തുന്നുണ്ടായിരിക്കും. സോദോമിലും ഗോമോറിലും എവിടെയെങ്കിലും നിത്യമായി തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സോദോം, ഇവിടുത്തെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ എത്രയോ പേര് വിശുദ്ധ നാടെന്ന് ഞാൻ പറയത്തില്ല, ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. പണ്ടത്തെ യേശുക്രിസ്തുവിന്റെ കാലത്ത് അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലത്തൊക്കെ
യേശുക്രിസ്തുവിനെ കുരിശിക്കുന്നതിന് മുമ്പ് ആൾ ആവശ്യത്വം നാട് സന്ദർശിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ഈ വാക്യം വെച്ചിട്ട് അവിടെ കാണാൻ നിത്യാഗ്നി കത്തുന്നുണ്ടോ നോക്കിയിട്ടുണ്ടോ? എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും അങ്ങ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് പോയി നോക്കിയോടെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് പിന്നെ അങ്ങനെ പോകാൻ ആഗ്രഹമില്ല. വേണമെങ്കിൽ ആസ് എ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് പോയി കാണത്തില്ല. ദാറ്റ്സ് നോ അതർ വാല്യൂ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന കാര്യം, നിത്യാഗ്നി കത്തിയുണ്ട്. അവിടെ സോദോം ഗൊമോറയിൽ ഇപ്പോഴും തീ കത്തുന്നില്ല. അപ്പൊ അവിടെ കത്തി അവസാനിക്കുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പട്ടണത്തെ കൺസ്യൂം ചെയ്ത് അവസാനിപ്പിക്കുന്നതിന്റെ പേരാണ് എറ്റേണൽ ഫയർ. കർത്താവ് പറയുന്ന ഒരു വാക്ക്, യോഹന്നാൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവന് കതിരിനെ എടുത്ത് തീപ്പൊയ്കയിലിടുക, നിത്യാഗ്നിയിലേക്ക് കത്തിച്ചു കളയുന്നത്. ഏത് പതിരാണ് നിത്യമായിട്ട് കിടന്ന് കത്തുന്നത്? അങ്ങോട്ട് ഇടുന്ന കാണാൻ കത്തി അവസാനിക്കുന്നതാണ്. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് ഓർ കൺസ്യൂമിങ് ഫോർ എവർ, എന്നേക്കുമായിട്ട് കത്തി അവസാനിക്കും. ദാറ്റ് ഈസ് എറ്റേണൽ ഫയർ. ഓക്കെ. അടുത്തത്, ഈ നിത്യാഗ്നി ആർക്കു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? പിശാചിനും അവന്റെ ദൂതന്മാർക്കും. ഇനി നമ്മൾ ഈ പിശാചും അവന്റെ ദൂതന്മാരും ആരാണെന്ന് മനസ്സിലാക്കണം. പിശാചും അവന്റെ ദൂതന്മാരും. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണ് നമ്മൾ അറിയണമല്ലോ. അത് നമ്മൾ അറിയാനായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 31-ാം വാക്യം നോക്കി. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഹോളി ഏഞ്ചൽസ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, കർത്താവും അവന്റെ ദൂതന്മാരും. ഈ ദൂതന്മാർ എന്ന വാക്കിന് എന്ത് കൊടുക്കുന്നത്? മെസ്സഞ്ചേഴ്സ് എന്നാണ്. ദൂത് പറയുന്നവർ, മെസ്സഞ്ചേഴ്സ്, അവന്റെ ശബ്ദമായിരിക്കുന്നവർ. അല്ല നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ചിറക് വീഴ്ചവരെ കുറിച്ചല്ല പറയുന്നത്. ഫോർ ടോക്കിംഗ് അബൌട്ട് ദ ഹോളി പീപ്പിൾ, ദ പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പൊ ജീസസിനും എന്തുണ്ട്? ഒരു ഏഞ്ചൽസ് ഉണ്ട്, അല്ലെങ്കിൽ ദൂതന്മാരുണ്ട്. ഇപ്പുറത്തോ പിശാചിനും എന്തുണ്ട്? ദൂതന്മാരുമുണ്ട്. അപ്പം എപ്പോഴും വേണം യേശുക്രിസ്തുവിന്റെ ദൂതന്മാരും, യേശുക്രിസ്തുവും അവന്റെ ദൂതന്മാരും, പിശാചും അവന്റെ ദൂതന്മാരും. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ഇനി നേരെ പോകേണ്ടത്, ഇനി നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം ഇവിടെ പറയാം. ഈ ശപിക്കപ്പെട്ടവരെ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ നിത്യദണ്ഡനത്തേക്ക് അയക്കുന്നേരാ? ശപിക്കപ്പെട്ടവർ. ബൈബിളിൽ ആദ്യമായിട്ട് ശപിക്കപ്പെട്ടത് ആരാ? പാമ്പിനെ ശപിക്കുന്നുണ്ടല്ലേ? നീ ഉരസ് കൊണ്ട് ഗമിക്കും, പൊടി തിന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തെറ്റ് നിമിത്തം, ചെയ്ത ക്രൈം നിമിത്തം ശപിക്കപ്പെട്ട കൂട്ടുകാരാണ് കായൻ. കായനാണ് ബൈബിൾ ആദ്യമായി ദൈവം, നീ ഈ ഭൂമി വിട്ട്, നീ കൃഷി ചെയ്ത ഭൂമി വിട്ട് ശാപഗ്രസ്തനായി പോകേണ്ടി വരും. ശാപഗ്രസ്തനായി. ദ ഫസ്റ്റ് cursed man in the covenant is Cain. So നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, when you see a single word from the Bible, go there. എവിടെയാ ഇത് ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ ആരോടാ പറഞ്ഞ, എന്താ ഇതിന്റെ റിയാലിറ്റി എന്നത് ബൈബിൾ മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് കേഴ്സ്ഡ് മാൻ ആരാണ്? കായൻ. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്, ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് കായൻ ആൻഡ് ഹീസ്. ആ ലൈനുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ആദ്യത്തെ ശപിക്കപ്പെട്ട മനുഷ്യൻ. അതുപോലെ തന്നെയാണ് ആദ്യത്തെ മുദ്രയേറ്റ ആളാരാണ്? നിങ്ങൾക്ക് മുദ്രയേറ്റ ആളാരാണ്? കായനാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെ വിശദീകരിച്ച് പറയാം. ഒറ്റ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മുദ്ര. നമ്മൾ 666 എന്നൊക്കെ പറഞ്ഞൊക്കെ അറിയുന്നില്ലേ? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പേടിച്ചിരിക്കുക ഒത്തിരി വിശ്വാസം. ഇനി ചിപ്പൂരെന്നുണ്ടോ, അതാണോ മുദ്ര, അതാണോ, പിന്നെ ആധാർ കാർഡാണോ മുദ്ര, ഇങ്ങനെ ഒത്തിരി. എനിക്ക് അതിൻ്റെ ഒരു സയന്റിഫിക് ഒന്നും പേരെന്ന് പറയത്തില്ല. ഇവരൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. കാരണം അവർക്ക് പ്രസംഗിക്കേണ്ടതുണ്ടായി. നല്ല, എനിക്ക് ഭയങ്കര, ഞാൻ റിയലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ, ദേവാസന്മാരെ. ഈ അവരുടെയൊക്കെ ഓർമ്മശക്തി അയ്യോ നമിക്കുന്നു. പേരുകൾ അവരുടെയൊക്കെ വായിക്കുക. തോമസ് മാമൻ എന്ന് പറഞ്ഞ ഒരു ദൈവാസനുണ്ട്, ഒരു സീനിയർ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഇത്രയും സയന്റിഫിക് ടെർമിനോളജി പുള്ളിയുടെ വായിലുണ്ട്. ഇത്ര ഓർമ്മയാണ് മനുഷ്യൻ. വെരി ഗുഡ്.
നമുക്ക് 2-3 വാക്കുകൾ ഒരു ഓർമ്മയിൽ ഇരിക്കത്തില്ല, എൻ്റെ തലയിൽ ഇരിക്കത്തില്ല. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. അത് വേദപുസ്തകം വെച്ചേ പറഞ്ഞോളൂ. ഞാൻ ഈ സയന്റിഫിക് ചിപ്പൊന്നും വെച്ച് മുദ്രയൊന്നും പറയത്തില്ല. ഐ ജസ്റ്റ് ബൈബിൾ കൊണ്ട് മാത്രമേ ഞാൻ വ്യാഖ്യാനിക്കത്തുള്ളൂ. ഐ വിൽ നെവർ ചൂസ് എനി സിംഗിൾ. ഐ ചൂസ് സം ഡോക്യുമെന്റ്സ് ഫ്രം ദ എന്തുവാ ബിബ്ലിക്കൽ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റഫറൻസ് ഗ്രന്ഥങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം. അതും ജോസിഫസോ മറ്റ് ചരിത്രകാരന്മാർ എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ പോവാണ്, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കി യേശുക്രിസ്തു അവന്റെ ദൂതന്മാർ. രണ്ടാമത് നമ്മൾ കണ്ടത് പിശാചും അവന്റെ ദൂതന്മാർ. ഈ പിശാചും അവന്റെ ദൂതന്മാരെ നമ്മൾ അവസാനം കാണുന്ന എവിടെ നിന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. ദൈവം അനുവദിക്കുന്ന. പക്ഷേ ഈ പിശാചിനെ അവന്റെ ദൂതന്മാരെ ദൈവം എപ്പോഴാണ് നശിപ്പിച്ചതെന്നും കൂടെ ഞാൻ പിന്നെ പറയാം, ഈ നരകത്തിന്റെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം. ഇപ്പൊ നരകത്തിനൊരു സീരീസ് പോലെ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, ഈ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ പിശാചിനെ അവന്റെ ദൂതന്മാരെ കാണാൻ പറ്റും. നമുക്ക് 12-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്ന, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാതായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവിടെ കാൽക്കീഴെ ചന്ദ്രനും അവിടെ തലയിൽ 12 നക്ഷത്രമായിരുന്നു. ഈ കാൽക്കീഴെ ചന്ദ്രൻ എന്താണ്, 12 നക്ഷത്രം എന്താണോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഓരോ ടിപ്സ് നമുക്ക് ഓരോന്നോട്ടെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീക്ക് 12 നക്ഷത്രമുണ്ട്. നിശ്ചയമായിട്ട് നമ്മൾ 12 നക്ഷത്രം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പോയി ചോദിച്ചാൽ ജോസഫ് സ്വപ്നത്തിൽ പറയും, അത് 12 നക്ഷത്രങ്ങൾ 12 ഗോത്രങ്ങളാണ്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രം, അല്ലെങ്കിൽ 11 നക്ഷത്രം. 12-ാമത്തെ നക്ഷത്രം ജോസഫാണ്. സോ 12 നക്ഷത്രങ്ങൾ എപ്പോഴും 12 ഗോത്രങ്ങൾക്കാണ് ഈ ടോക്കിംഗ് അബൌട്ട് ഇസ്രായേൽ. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞ 12 ഗോത്രങ്ങളെ നക്ഷത്രങ്ങളായി അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ. നിശ്ചയമായിട്ടും ആ സ്ത്രീ ദ ഓൾഡ് കവനന്റ് ചർച്ച്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഈവ്, അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഈവ്. അവസാനത്തെ ഹവ്വ. എപ്പോഴും ശ്രദ്ധിക്കണം, ഓൾഡ് കവനന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദമിന്റെ ഭാര്യയായിരിക്കുന്ന ഹവ്വ എന്ന് പറയുന്നത് ന്യൂ കവനന്റിൽ ക്രിസ്തുയേശുവിന്റെ സഭയുമായിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആദം ക്രിസ്തു ആണെങ്കിൽ ആദാന്റെ ഭാര്യയായ ഹവ്വ ക്രിസ്തുവിന്റെ സഭയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 12 നക്ഷത്രങ്ങളെ അണിഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ നിശ്ചയമായിട്ടും അത് ഓൾഡ് ഗവനന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 12 ഗോത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനതിനെക്കുറിച്ച് പിന്നെ ഒരു അവസരത്തിൽ ഇത് കൂടുതൽ പറയാം. അവൾ ഗർഭിണിയായി, നോവ് കിട്ടി, വേദനയോടെ നിലവിളിച്ചു. സ്വർഗത്തിൽ വലിയ മറ്റൊരു അടയാളം കാണും. ഈ സ്വർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ തല അങ്ങ് മേളിൽ പോകല്ലേ? എന്തുവാ, സ്പേസിനപ്പുറത്തൊന്നും പോകരുത്. കാരണം സ്വർഗം എന്ന് പറയുമ്പോൾ തന്നെ ആശയം വ്യക്തമാണ്. അത് ഉൽപ്പത്തി മനസ്സിലാക്കിയാലേ മനസ്സിലാവും. ഉൽപ്പത്തി സ്വർഗവും ആകാശ ഭൂമിയും ഹെവൻസ് ആൻഡ് ദി എർത്ത് സൃഷ്ടിച്ച് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് പീപ്പിൾ. കവനന്റ് മനസ്സിലാക്കുന്നത്, കവനന്റ് സ്പേസ്, കവനന്റ് സിസ്റ്റം, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഈ നമ്മുടെ ഈ സ്വർഗം എന്ന് പറയുമ്പോൾ ഉടനെ മേളിൽ എവിടെയോ അങ്ങ് ആകാശ വിധാനത്തിൽ ഇരിക്കുന്ന ചിന്തയങ്ങ്, അത് നമ്മുടെ മലയാളികൾക്ക് പറ്റിയ ഒരു അവസ്ഥ. ബൈബിൾ എടുത്തിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും, നമുക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വരാൻ പറ്റും. കർത്താവിന്റെ സഭയ്ക്ക് അത് പറ്റും. ഓക്കെ, സ്വർഗത്തിൽ മറ്റൊരാളെ കാണാതെ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. മഹാസർപ്പം. ആ സർപ്പം എന്ത് ചെയ്തു? അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞോളാം. നിങ്ങൾക്കറിയാം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. നമ്മളെല്ലാം ലിറ്ററലായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം വന്ന് ഭൂമിയേക്കാൾ എത്രയോ കോടിക്കണക്കിന് വലിപ്പം ഉള്ള നക്ഷത്രം, അതങ്ങൾ ഒരെണ്ണം വന്ന് ഇവിടെ വീഴത്തില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ വേണേ അങ്ങ് മാറ്റും. അത് ഉൽക്കയെന്നൊക്കെ മാറ്റിക്കളയും. ഒന്നും വേണ്ട, ആവശ്യമില്ല, ഒന്നിനും പോകണ്ട. ഒരു ഉൽക്കയല്ല. 3-1 പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ 12 stars in the crown of that woman. ആ സ്ത്രീയുടെ തലയിൽ എന്തുണ്ട്? സ്വർഗത്തിൽ കണ്ട അടയാളത്തിലെ സ്ത്രീയുടെ തലയിൽ 12 നക്ഷത്രമുണ്ട്. ആ 12 നക്ഷത്രത്തിൽ ഒരു 3-1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 4 നക്ഷത്രത്തെ 3 വിഭജിക്കുമ്പോൾ 4 12 അല്ലേ? 4 3 12. അപ്പൊ 3-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നക്ഷത്രത്തെ താഴെ ഇടുന്നത്. അപ്പം 12-ൽ 4 താഴെ പോയത്. അതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ഇത് നമ്മൾ ഇതിനകത്ത് പറയും 3-1 പോകുമ്പോൾ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയാമോ? സ്വർഗത്തിൽ ഭയങ്കരമായിട്ട് സംഭവം ഉണ്ടായി. സർപ്പം, മഹാസർപ്പം എന്ന് പറഞ്ഞാൽ ലൂസിഫർ ആണ്. ലൂസിഫറിന്റെ ഏഞ്ചൽസിലെ കോടിക്കണക്കിന് ദൂതന്മാരെ വലിച്ചുകൊണ്ട് ഭൂമി വീണെന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ വായി വരുന്നേ അങ്ങ് പഠിപ്പിക്കുക. ഈ മഹാസർപ്പം എന്ന് പറയുന്നത് ലൂസിഫർ ആണ്. ലൂസിഫറിനെ ആരാധിച്ചുകൊണ്ടിരുന്നു അവിടെ.
ഭയങ്കര വർഷിപ്പ് നടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏഞ്ചൽസിനകത്ത് 1/3 വശീകരിച്ച് ഭൂമിയിലേക്ക് തള്ളി എന്ന് പഠിപ്പിക്കുക. ഇങ്ങനെയാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വേദോസത്തിന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന വാക്യം വായിക്കത്തില്ല. കാരണം നമ്മുടെ മുൻവിധി എന്തുവാ? മഹാസർപ്പം എന്ന് പറഞ്ഞാൽ ലൂസിഫർ. അവൻ വാലും കൊണ്ട് വലിച്ച് താഴെ കളഞ്ഞ വീണുപോയ ദൂതന്മാരാന്ന് പഠിപ്പിക്കുക. വീണുപോയ ദൂതന്മാരെ കുറിച്ചല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സൂര്യൻ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ. ആ 4-1 എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളിൽ 4 ഗോത്രത്തെ തള്ളിക്കളയുക, വശീകരിക്കുക സർപ്പം. താഴേക്ക് തള്ളിക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നിന്ന, വിശ്വാസത്തിന് വേണ്ടി നിന്ന, അല്ലെങ്കിൽ ആ ദൈവസഭയുടെ ക്രൗണായിട്ട് നിന്നിരുന്ന ആളുകൾ വീഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം. ശരി, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളയാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്ന്. നിങ്ങൾക്ക് അറിയാം, ഇത് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. അപ്പം ഹു ഗേവ് ബർത്ത് ടു ദാറ്റ് ബോയ് ബേബി, ദാറ്റ് വുമൺ? Who is that woman? The old covenant church, perfectly faithful church of the old covenant. ഇവിടെ ഈ സ്ത്രീ ഒരിക്കലും ഒരു സിംഗിൾ വുമണിനെ അല്ല കാണിക്കുന്നത്. ഇവിടുത്തെ ഈ സ്ത്രീ ഒരു കോർപ്പറേറ്റ് വുമൺ. ചർച്ച് ഈസ് ദ വുമൺ ഓഫ് ഗോഡ്, അല്ലെ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. The old covenant church is the wife of Yahweh. ഇപ്പൊ വൈഫ് ഓഫ് യാഹ്വേയുടെ സന്തതിയായിട്ട്, ദയവായിട്ട് തെറ്റിദ്ധരിക്കല്ലേ, ഓൾഡ് കവനന്റ് ചർച്ചിൽ ആരെ ബർത്ത് ചെയ്യുക? ഒരാൺകുട്ടിക്ക് പ്രസവിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാക്യം, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനിച്ച് നിലവിളിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് ഗോ ബാക്ക് ടു ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15 onwards. സ്ത്രീയോട് പറയാ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് ചുമ്മാ അവിടെ പറഞ്ഞപ്പം, ഈ പ്രപഞ്ചത്തിൽ വേദനയില്ലാതെ ആരാ പ്രസവിച്ചിട്ടുള്ളത്? പശുവിനും മാടിനും സിംഹത്തിനും പട്ടിക്കും പുലിക്കും കുരങ്ങനും എല്ലാം പ്രസവിക്കുമ്പോൾ വേദനയുണ്ട്. പിന്നെ എന്തിനാ ഈ ഹീവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഇതൊരു പ്രൊഫറ്റിക്കൽ കവണന്റൽ ടെർമിനോളജി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ അത് ശാപമാണെന്നൊന്നും പഠിപ്പിക്കരുത് പ്ലീസ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. അത് എന്തിനെ കുറിച്ച് പറയും? ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഗർഭിണിയായി നോവ് കിട്ടി വേദനയോടെ നിലവിളിച്ചു. ഇറ്റ് ഈസ് എ ക്രിസ്തുവിനെ പിറപ്പിക്കാനുള്ള, ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യമ വിശ്വാസ സമൂഹത്തിന്റെ പെയിനാണത്. അവര് പോയ പെയിൻ, അവർ പോയതായ സാഹചര്യങ്ങൾ, അവരെടുത്ത എഫർട്ടുകൾ, ഇതാ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഇതെടുക്കുമ്പോൾ നേരെ പുറകിൽ പോകണം. ഇതിന്റെയൊക്കെ ഒറിജിനൽ അവിടെയാണ് കിടക്കുക, താക്കോൽ അവിടെയാണ് കിടക്കുന്നത്. ശരി, ഞാൻ പിശാചിന്റെ ദൂതന്റെ കാര്യം പറയാൻ വേണ്ടിയാണേ പറഞ്ഞു വന്നത്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് കയറി പറഞ്ഞാൽ ആൾക്കത് മനസ്സിലാവത്തില്ല. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ട് കിടന്നോട്ടെ. ഇച്ചിരി ലോങ് ആണെന്ന് വെച്ചുകൊണ്ട് സന്തോഷമുള്ളൊരു കേട്ടാൽ മതി എന്നേ. സന്തോഷമുള്ളൊരു കേട്ടാൽ മതി. വചനം അറിയേണ്ട ആഗ്രഹിക്കുന്നവർ മാത്രം കേട്ടാൽ. എനിക്കിതിനകത്ത് ഇപ്പോൾ എത്ര പേര് കേൾക്കുന്നു, എത്ര പേര് ലൈക്ക് അടിക്കുന്നു, എത്ര പ്രാവശ്യം, എനിക്ക് ഐ ഡോണ്ട് കെയർ. ഇത് കേൾക്കുന്നവർ ഭാഗ്യമുള്ളവർ. കാരണം നിങ്ങൾക്ക് അസത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പോട്ടെ. അത് സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ, അത് ഈ സർപ്പം എന്ത് ചെയ്തിരിക്കുന്നു? സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടി തിന്നു കളയുമ്പോൾ മഹാസർപ്പം അവിടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ച്, ടോക്കിംഗ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിനടുക്കലെ കുട്ടി ദൈവത്തിനടുക്കൽ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു. ക്രൈസ്റ്റ് ഹാസ് വെന്റ് ബാക്ക് ടു ഹെവൻ. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇത് സഭയെക്കുറിച്ചാണ്. നിങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞു. അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലം അവൾക്കുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സഭ ഈ സർപ്പത്തിന്റെ കയ്യിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, പിശാചും അവന്റെ ദൂതന്മാരും, മറ്റടുത്ത് യേശു ക്രിസ്തുവും അവന്റെ ദൂതന്മാരും. ഓക്കെ, ഇവിടെ വന്നപ്പോഴത്തേന് പേരുകൾ മാറുക. മീഖായേലും അവന്റെ ദൂതന്മാരും. ആരായി മീഖായേൽ? ഇപ്പൊ എപ്പോഴും നമ്മൾ ബൈബിളിലോ ന്യൂ ടെസ്റ്റമെന്റില്
പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല പദങ്ങളും ഇറ്റ് ഈസ് അലിഗോറിക്കലി, സിംബോളിക്കലി, അല്ലെങ്കിൽ അത് ഫിഗറേറ്റീവ്ലി ആയിട്ട് സംസാരിക്കും. ചിലതൊക്കെ സിംബോളിക്കലി പറയുന്നു. ഹു ഈസ് ദിസ് ആർക്കേഞ്ചൽ മിഖായേൽ? നമ്മൾ ദാനിയേലിന്റെ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, ദാനിയേലോട് പറയാ, ഇസ്രായേലിന്റെ പ്രഭു, ദ പ്രിൻസ് ഓഫ് ഇസ്രായേൽ. മിഖായേൽ, ആർക്കേഞ്ചൽ. അവിടെ നമ്മൾ ആർക്കേഞ്ചലിനെ കുറിച്ച് വായിക്കുന്ന ദ ആർക്കേഞ്ചൽ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ദ ആർക്കേഞ്ചൽ. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത്, സ്വർഗത്തിൽ 3 ആർക്കേഞ്ചൽസ് ഉണ്ടായിരുന്നു. 1 ഗബ്രിയേൽ, 2 മിഖായേൽ, 3 ലൂസിഫർ. ബൈബിൾ ഒരിടത്ത് ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ, ഒരിടത്തും വായിച്ചിട്ടില്ല. ഗബ്രിയേൽ ഒരിക്കലും ഒരു ആർക്കേഞ്ചൽ അല്ല. ഈ ആർക്കേഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആർക്കേഞ്ചൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് വലിയൊരു കൂട്ടം ദൂതന്മാരുടെ തലപ്പത്ത് നിൽക്കുന്ന ഹെഡ് ഓഫ് ദാറ്റ് ഏഞ്ചൽ, അതിന്റെ ടോപ്പിൽ നിൽക്കുന്നതാണ് ആർക്കേഞ്ചൽ. ആർച്ച് ബിഷപ്പ് നമ്മൾ കേട്ടില്ല, ആർച്ച്, ഒത്തിരി ബിഷപ്പുമാരുടെ മുകളിൽ. ദിസ് ഈസ് ആർച്ച് ഏഞ്ചൽ, ആർക്കേഞ്ചൽ മിഖായേൽ. ഹു ഇസ് ദിസ് ഫെലോ? ആരായിരിക്കും ഇയാൾ? ഇസ്രായേലിന്റെ പ്രഭു ആരാ? ഞാൻ അങ്ങോട്ട് ഇറങ്ങപ്പാം, ദാനിയേലിനോട് തന്നെ ചോദിക്കാം, പുള്ളിക്കാരൻ തന്നെ പറയട്ടെ. ഗ്ലോറി ടു ഗോഡ്. ബി പേഷ്യൻസ്. വചനം കേൾക്കാൻ അല്പം ധൃതിയുള്ള ലോകത്ത് സമയം കിട്ടുമ്പോൾ കേട്ടാൽ മതി കേട്ടോ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇമ്മാതെ വചനം കേട്ടു പോകുന്നതിന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുക. കാരണം നാളെ നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഇപ്പം ദൂതനെ കൊടുത്തേക്ക് പേര് മഹാപ്രഭുവായ മീഖായേൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിൻസ്, ദ മേജർ പ്രിൻസ്, അല്ലെങ്കിൽ എന്തുവാ, ആർക്കേഞ്ചൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ചോദിക്കാം, അപ്പം പ്രഭുവാണ്, ഈസ് ദ പ്രിൻസ് ഓഫ് പ്രഭു, പ്രിൻസ് ഓഫ് ഇസ്രായേൽ. ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 24 താഴ്ത്ത് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന്റെ ആരംഭഭാഗം ഞാൻ വിടുന്ന 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ, പ്രിൻസ് ഓഫ് അനോയിന്റഡ് പ്രിൻസ്, 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിന്റെ വീതിയും കിടങ്ങളും കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ പ്രഭുവിനെ മാറ്റും, ഇത് അന്തിക്രിസ്തുവിനെ ആകും. അല്ല, വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ പ്രഭുവേ ഉള്ളൂ. ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ്. പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ഈസ് ഇസ്രായേൽ. അവരെന്ത് ചെയ്യും? നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവരാണ്. അപ്പം ഹു ഈസ് ദ കോസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സിറ്റി ആൻഡ് ദ ടെമ്പിൾ? The people of the prince. Who is the prince of that people? Who is that people? Israel. Who is the prince? The archangel. Who is the anointed one? Is the prince. So അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കേഞ്ചൽ ആരെ കുറിച്ചാണ് പറയുന്നത്? It's Christ. It's a Christ. Christ ഇവരെ നടത്തിയതാരാണ്? യേശുക്രിസ്തു ഇവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നവരാണ്. യൂദയുടെ ലേഖനം എടുത്ത് 1-ാം അധ്യായത്തിൽ, ആകെ ഒരു അധ്യായമേ ഉള്ളൂ, 5-ാം വാക്യം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ, ദൂതൻ ജനത്തെ എന്നല്ല, ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നെ നശിപ്പിച്ചു. ഹു ഇസ് ദിസ് കർത്താവ്? ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഇവിടെ ആർക്കേഞ്ചൽ ആരായിരുന്നു? മൈക്കിൾ ഇസ് നോട്ട്. ഐ ബിലീവ് ഇൻ മൈക്കിൾ. ഐ ബിലീവ് ദാറ്റ് മൈക്കിൾ ഈസ് ദേർ, ഗബ്രിയേൽ ഈസ് ദേർ, കെറൂബുകളുണ്ട്, സറാഫുകളുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീഖായേലും ഉണ്ട്. പക്ഷെ മീഖായേൽ ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ മീഖായേൽ ആരെന്നാ മനസ്സിലാക്കേണ്ടത്? ക്രൈസ്റ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നതിന് പകരം ആരെ കാണിച്ചിരിക്കുക? മീഖായേൽ ആൻഡ് ഹിസ് ഏഞ്ചൽസ്. ഓക്കെ, ദ പ്രിൻസ് ഓഫ് ഇസ്രായേൽ, ദ പ്രിൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ജീസസ് ക്രൈസ്റ്റ് വാസ് ദ പ്രിൻസ് ഓഫ് ഇസ്രായേൽ.
അവരെ നടത്തിയത് ദൈവമാണ്, അവരെ കൊണ്ടുവന്നത് കർത്താവാണ്. അതുകൊണ്ടാണ് സീനാടെ താഴ്വര വന്നപ്പോൾ ദൈവം പറഞ്ഞ, ഞാൻ നിങ്ങളെ കഴുകന്റെ ചിറകിൽ കൊണ്ടുവന്നു. ഹു ഇസ് ദ കഴുകൻ? ആരാണ് ഈഗിൾ? The Son of God. In the book of John, Jesus Christ is the eagle from heaven. So, അവരെ ഇവിടുന്ന് കൊണ്ടുവന്ന ആരാണ്? ഈഗിൾ, ക്രൈസ്റ്റ്. Christ was leading them. Who was the angel of the Lord? Jesus Christ. Old covenantal. The angel, the archangel. ഇത് ആരാണ്? ക്രൈസ്റ്റ് ആണ്. പ്ലീസ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ശരി, ഞാൻ പറഞ്ഞു തരിക. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പറഞ്ഞിട്ട്, ആരാ? മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോ. ഈ മഹാസർപ്പം ആരാണ്? നമ്മൾ നേരത്തെ പറയാൻ പോവാം. പിശാചും അവന്റെ ദൂതന്മാരും കേട്ടോ. സകല ദൂതന്മാരുമായി പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായി. ആരൊക്കെ തമ്മിലെ യുദ്ധം? യേശു ക്രിസ്തുവും അവന്റെ ദൂതന്മാരും പിശാചും. അപ്പൊ ഈ മഹാസർപ്പം എന്നൊരു പിശാചാകട്ടോ. ഇനി ഞാൻ അതേക്കുറിച്ച് പറയേണ്ടതാണ്. നോക്കിയേ, താഴെ പറയാണ്, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന പഴയ. അപ്പം പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം, പഴയ, എല്ലാം ഒന്നാ. പിശാചും സാത്താനും മഹാസർപ്പമായ പഴയ പാമ്പ്. പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. കേൾക്കുന്നോ? പാടാട്ടെ. ഇനി അടുത്ത, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു, രക്ഷ വന്നിരിക്കുന്നു. കമോൺ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പെർഫെക്റ്റ് സാൽവേഷൻ വന്നിരിക്കുന്നു, ശക്തി വന്നിരിക്കുന്നു, രാജ്യം വന്നിരിക്കുന്നു, ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. പടവെട്ടി ജയിച്ചില്ല താനും. രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു. പക്ഷെ യുദ്ധത്തിൽ മഹാസർപ്പത്തിന് ജയിക്കാൻ പറ്റിയില്ല. മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥാനം പിന്നെ എവിടെ കണ്ടില്ല? സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതില്ല. അപ്പൊ ഇവരെവിടെ ആയിരിക്കുന്നത്? സ്വർഗത്തിൽ. സ്വർഗം എന്ന് പറയുമ്പോൾ ഉടനെ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ദീസ് ആയിരം വാനഗോളങ്ങളെ താണ്ടുകയല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് ടെർമിനോളജി. ഓക്കെ, നോക്കിക്കേ, സ്വർഗത്തിൽ കണ്ടില്ല. ഏതാണ് സ്വർഗം? It's a place of covenantal place. It's the temple of God. It is in the old covenant പൊസിഷൻസാ ദൈവം അവർക്ക് കൊടുത്തിരുന്ന പൊസിഷൻസ്. ഇപ്പൊ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇവരെങ്ങനെ ജയിച്ചെന്ന് നോക്കിയാൽ, ഈ ദൂതന്മാര് വാളും കൊണ്ടാണോ വെട്ടിയെന്ന് ചോദിക്കുക, അല്ല ബോംബിട്ടാണെന്ന് ചോദിക്കുക, അല്ല. ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമപ്പുന്ന അപവാദിയെ അപ്പൊ ഇവരുടെ ജോലി എന്തോ? ഇവരുടെ പരിപാടി എന്താ? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ, നമ്മുടെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്ന ജനതയെ കുറ്റപ്പെടുത്തുക, അക്യൂസ് ചെയ്യുന്ന ആ അപവാദി എന്ത് ചെയ്തിരിക്കുന്നു? തള്ളിക്കളഞ്ഞിരിക്കുന്നു. തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, അവർ എങ്ങനെ ജയിച്ചു? അവർ, ഗ്ലോറി ടു ഗോഡ്. അവർ ഏതാ? ഞാനിതങ്ങനെ പറഞ്ഞായിരുന്നേ, ക്രിസ്തുവും അവന്റെ ദൂതന്മാരും, അല്ലെങ്കിൽ മീഖായിലും അവന്റെ ദൂതന്മാരുമാണ് ആരെ ജയിച്ചത്? മഹാസർപ്പത്തെ ജയിച്ചത്. ഓക്കെ, എന്നിട്ട് പറയാണ്, സഹോദരന്മാരെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപവാദി തള്ളിക്കളഞ്ഞിരിക്കുന്നു, ക്രിസ്തുവും അവന്റെ ദൂതന്മാരും. അവർ ഏതാ? ഈ മീഖായേലും അവന്റെ ദൂതന്മാരും. അവർ, അവനെ, ആരെ? ഇവര് ജയിച്ചതാരാ? അപവാദം പറഞ്ഞവരല്ല ജയിച്ചത്, അല്ലെങ്കിൽ അപവാദം കേട്ടവരല്ല ജയിച്ചത്. അപവാദം പറഞ്ഞവനെ തോൽപ്പിച്ചു. ആരെ? മഹാസർപ്പവും അവന്റെ ദൂതന്മാരെയും മീഖായേലും അവന്റെ ദൂതന്മാരും തോൽപ്പിച്ചു. ആ മീഖായേലും അവന്റെ ദൂതന്മാരും ഈ മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും എങ്ങനെ തോൽപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നു നോക്കിയേ, 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും. ഇവിടെ ആദ്യം കാണുന്നത് കുഞ്ഞാടിന്റെ രക്തമാണ്. രണ്ട് കാണുന്നത് അവരുടെ സാക്ഷ്യവചനമാണ്. മൂന്നാമത് കാണുന്നത് ഈ സാക്ഷ്യം പറഞ്ഞവരുടെ മാർട്ടിടം.
അതല്ല എഴുതിയിരിക്കുന്നത്. മരണപര്യന്തം അവരുടെ പ്രാണനെ സ്നേഹിച്ചില്ല. എൻ്റെ അർത്ഥം അവർ മരിച്ചു, രക്തസാക്ഷികൾ. അപ്പം ഒന്നാമത്തത് കുഞ്ഞാടിന്റെ രക്തം, ദാറ്റ് മീൻസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. നമ്പർ 2, preaching of the gospel, that is the testimony of Christ. Third one, the martyrdom of the saints. My goodness. കുഞ്ഞാടിന്റെ രക്തം, കർത്താവിന്റെ മരണവും വിശുദ്ധന്മാരുടെ സുവിശേഷ പ്രവർത്തനവും സാക്ഷ്യവും അവരുടെ രക്തസാക്ഷിത്വവുമാണ് ഈ മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും തോൽപ്പിക്കാൻ ഹേതുവായ കാരണങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യം പറയാൻ പോവാം. നോക്കിയേ, കൊലോസി ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. കം ടു കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവ് യേശു വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം. ഈ വാഴ്ചയും അധികാരം എന്തോ? നമ്മുടെ എല്ലാം ചിത്രം എന്ന് പറയുമോ, ഒരു ദേശത്തിന്റെ പുറത്ത് ദേശാധിപതി, അതിന്റെ കീഴെ പിന്നെ അതിന്റെ സബോർഡിനേറ്റ്സ്, ഇങ്ങനെ പിന്നെ വലിയ പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡന്റ്, പിന്നെ കൗൺസിൽ മെമ്പേഴ്സ്, പിന്നെ കമ്മിറ്റി, ഇങ്ങനെ ഉണ്ടെന്നുള്ള ധാരണയിൽ നമ്മളൊരു പടം മനസ്സിൽ വെച്ചിരിക്കുക. ഇവിടെ വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ്, സമൂഹത്തിലെ റൂളേഴ്സ് ഓഫ് ദ ഓൾഡ് കവനന്റ്, ഹൈ പ്രീസ്റ്റ്, സ്ക്രൈബ്സ്, ഫാരിസീസ്, സാദുസീസ്, ഇങ്ങനെയുള്ള സെൻഹദ്രീൻ സംഘങ്ങൾ, അവിടെ ആ മതത്തിന്റെ ശക്തമായ ഭരണകൂടം. കർത്താവിന്റെ കാൽവറി മരണത്തിൽ, കാരണം കാൽവറി മരണം വിധിച്ചതാര? ഇവരാ. അവനെ ക്രൂശിക്കാൻ പറഞ്ഞത് ഇവരാണ് കൽപ്പന കൊടുത്തത്. ആ ക്രൂശ് മരണം ന്യായപ്രമാണ പ്രകാരം ഒരുത്തം കൊല്ലപ്പെടുക. ന്യായപ്രമാണത്തിന്റെ അധികാരികൾ അവർ വിധിച്ച അവസാനത്തെ വിധി എന്താണ്? യേശു കൊല്ലപ്പെടണം, ഡൈഡ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ കുരിശിൽ വെച്ച് അവൻ ആയുധവർഗത്തെ പിടിച്ചു വാങ്ങിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച മിനിറ്റിൽ ന്യായപ്രമാണത്തിന്റെ ആയുധം പോയി. കാരണം യേശു ക്രിസ്തു മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും. ന്യായപ്രമാണത്തിന് കൊല്ലാൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഉയർക്കാനുള്ള കപ്പാസിറ്റി ക്രൈസ്റ്റിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉയർപ്പിന്റെ ശക്തിയാൽ അവൻ 3-ാം നാൾ ഉയർക്കുമ്പോ ന്യായപ്രമാണത്തിന്റെ അധികാരികൾ കൊണ്ടുവന്ന മുഴുവൻ ആയുധങ്ങളും ആയുധവർഗം വെപ്പിക്കപ്പെടുകയാണ്. അവര് എന്തു പറയാനാണ്? പരാജയപ്പെടുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യം, യേശുവിന്റെ ദൂതന്മാർ എപ്പോഴാണ് ഇവർ തോൽപ്പിച്ചത്? ക്രൂശിൽ. അപ്പോസ്തലന്മാർ എപ്പോഴാ ജയിച്ചത്? സാക്ഷ്യവചനത്താൽ. ഒടുവിൽ അവരെന്തായി മാറി? രക്തസാക്ഷികളായി മാറി. എന്നെ പറഞ്ഞ് ശ്രദ്ധിക്കണം, സാത്താനെ അവന്റെ ദൂതന്മാരെയും യേശു ക്രിസ്തുവും അവന്റെ ദൂതന്മാരും തോൽപ്പിച്ചോളാം. ആയുധവർഗം വെപ്പിച്ചത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞെന്താ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഏത് സ്വർഗത്തിലും ഏത് ഭൂമിയിലും? സ്വർഗവും ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ജൂയിഷ് ന്യായപ്രമാണത്തിന്റെ, പ്രവാചകന്മാരുടെയും ന്യായപ്രമാണത്തിന്റെയും അവിടെ ഉണ്ടായിരുന്ന യഹൂദ മതത്തിന്റെയും മുഴുവൻ അധികാരവും എന്റെ മേൽ നൽകിയിരിക്കുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം ഞാൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിച്ചു. ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട, വിമോചനം പ്രാപിച്ച, ക്ഷമ പ്രാപിച്ച വിശുദ്ധന്മാർ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ? യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സാക്ഷ്യവചനങ്ങളാൽ ഇവർ പ്രസംഗിച്ചപ്പോൾ അവരുടെ, അല്ലെങ്കിൽ മഹാസർപ്പവും അവന്റെ ദൂതന്മാരുടെയും ആയുധങ്ങൾ കീഴടങ്ങാൻ.
ദൈവം അവരുടെ ചെയ്ത പ്രവൃത്തിയാൽ മഹാസർപ്പം പരാജയപ്പെടുകയാണ്. സുവിശേഷത്തിന്റെ മുൻപിൽ, ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യത്തിന്റെ മുമ്പിൽ യഹൂദ മതത്തിന്റെ ഓരോ ആയുധങ്ങൾ തോറ്റു വീഴുകയായിരുന്നു, പരാജയപ്പെടും. അവരെല്ലാവരും അവസാനം എന്ത് ചെയ്തു? ഈ ശിഷ്യന്മാർ തോറ്റുകൊടുത്തില്ല. അവരെന്ത് ചെയ്തു? പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയില്ലെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ താണ്ടാ എന്നെ കൊന്നോടാന്ന് പറഞ്ഞു. 100 കണക്കിന് 1000 ആളുകൾ രക്തസാക്ഷികളായി. 3 ആയുധങ്ങൾക്കാണ്. 1 കുഞ്ഞാടിന്റെ രക്തം, 2 സാക്ഷ്യവചനം, 3 അവരുടെ രക്തസാക്ഷി മരണം. ഈ 3 ആയുധങ്ങൾ കൊണ്ട് മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും താഴേക്ക് തള്ളിക്കളഞ്ഞു. ഇത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ആരാണ് ഇവിടുത്തെ ദൂതന്മാർ, ആരാണ് ഇവിടുത്തെ മഹാസർപ്പം. ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോകാം. ഈ ഡ്രാഗൺ ആൻഡ് ഏഞ്ചൽസ്, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മഹാസർപ്പം എന്ന ഡ്രാഗൺ ആണ്. ഈ ഡ്രാഗനെ കുറിച്ച് നമ്മൾ വഴി നിമിത്തം ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട് കേട്ടോ. യെശയ്യാവിന്റെ പ്രവചനം, യിരെമ്യാവിന്റെ പ്രവചനം, എസെക്കിയേൽ പ്രവചനം, ഇവിടെ എല്ലാം തന്നെ ഡ്രാഗൺ ഉണ്ട്. ഞാൻ അതിലേക്ക് ഒത്തിരി പോകുന്നില്ല, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ ഡ്രാഗൺ ആരാണെന്ന് വേദപുസ്തകത്തിന്റെ പ്രൂഫ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23 പറഞ്ഞൊരു വാചകമുണ്ട്. 23 അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ആ വാക്യം കൂടെ വായിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രൂഫ് തന്നിട്ട് പോകാം. 23 അധ്യായത്തിന്റെ 30 വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നവരിൽ കൂട്ടാളികളായില്ലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്നും നിങ്ങളെ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ. ആരെ പാമ്പുകളെ, സർപ്പസന്തതികളെ? അടുത്തത്, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ആരെയായി പാമ്പുകളെ സർപ്പസന്തതി എന്നൊക്കെ വിളിച്ചത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായ അവരാണ്. അപ്പൊ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെ ചേർത്തിട്ടാണ് എന്ന് വിളിച്ചേ പാമ്പുകളെ, സർപ്പസന്തതികളെ. അങ്ങനെയാണെങ്കിൽ മഹാസർപ്പം ആരായിരിക്കും? ഇവരുടെ തലപ്പത്തിരിക്കുന്ന ആളാ ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതനും. അപ്പൊ മഹാപുരോഹിതനും അവന്റെ സേവകന്മാരുമാണ് മഹാസർപ്പവും അതിന്റെ ദൂതന്മാരും. അല്ലാതെ നമ്മൾ ഈ ഊഹിച്ച് എന്തോ അന്ധകാരം അവിടെ ഇരിക്കുന്നു, മുകളിലിരിക്കുന്നു, നക്ഷത്രങ്ങളിൽ ഇരിക്കുന്നു, മേഘങ്ങളിൽ ഇരിക്കുന്നു, മേഘങ്ങളിൽ കൂടിയിരിക്കുന്ന ദുരാത്മാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഓർത്തോണം, ഇതൊന്നുമില്ല. മഹാസർപ്പം എന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റ്, പാമ്പും കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്ന ആരാണ്? ഈ പറയുന്ന ശാസ്ത്രിമാരും പരീശന്മാരും. ഓക്കെ, ബൈബിൾ കൊണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ഡെവിൾസ് ആൻഡ് ഹിസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ആരാ? ഡെവിൾസ് ആൻഡ് ഹിസ് ഏഞ്ചൽസ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ എന്താ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകമാണ്. ഞാനത് എന്റെ ക്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഞങ്ങൾ ദൈവത്തിന്റെ അബ്രഹാമിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, അബ്രഹാമിന്റെ പുത്രന്മാരാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലത്തില്ലായിരുന്നു, അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ. അവർ പറഞ്ഞു, ഞങ്ങൾ ജഡപ്രകാരം വേശ്യാവൃത്തി ജനിച്ച മക്കളൊന്നുമല്ല, ഞങ്ങൾക്ക് ഏക ഒരു പിതാവേ ഉള്ളൂ, ആ പിതാവ് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളില്ലേ. ഉടനെ അവരിതായിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ പിശാജ് എന്ന് പറയുന്ന പിശാജിന്റെ മക്കളാകുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകം ചെയ്യുന്നു. അവൻ ഭോഷ്ക് പറയുന്നതിന്റെ അപ്പനുമാകുന്നു. ആദ്യം മുതൽ കൊലപാതകം ചെയ്യുന്ന ഭോഷ്കിന്റെ അപ്പൻ മറ്റാരുമല്ല, നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത് ദാറ്റ്സ് കായൻ. അപ്പൊ കായന്റെ സന്തതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്നോട് പറഞ്ഞു, ഇത് സ്പിരിച്വൽ ടോക്കിംഗ് ആണ്. സർപ്പത്തോട് പറഞ്ഞു, നിനക്കും പാമ്പനോട്, പാമ്പൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ എന്തുണ്ടാവും? ശത്രുത്വം ഉണ്ടാവും. ഉൽപ്പത്തി തുടങ്ങിയ ശത്രുത്വം വെളിപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്ത്രീ നിൽക്കുന്നു, സ്ത്രീ ഉപദ്രവിക്കാനായി സർപ്പം നിൽക്കും. സ്ത്രീയുടെ സന്തതിയുമായി സർപ്പത്തിന്റെ സന്തതിക്ക് യുദ്ധം ഉണ്ടാവും. സർപ്പത്തിന്റെ സന്തതിയെ സ്ത്രീയുടെ സന്തതി കുഞ്ഞാടിന്റെ രക്തഹേതുവായും സാക്ഷ്യവചനത്താലും തങ്ങളുടെ രക്തത്തെ കൊടുത്തും തങ്ങളുടെ ജീവനെ കൊടുത്തും ജയിക്കുന്നു. അപ്പൊ കുതികാൽ തകർക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കുക, അല്ല തല തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം പ്രോഗ്രാം അവസാനിക്കുക. കുതികാൽ തകർക്കുക പറഞ്ഞാൽ the people are died, Jesus died, disciples died, thousands of believers were died as a martyr. കാരണം ആ പാമ്പിന് കുതികാൽ തകർക്കാൻ പറ്റി, കൊല്ലാൻ പറ്റി. പക്ഷെ യേശുക്രിസ്തുവിന് ശിഷ്യന്മാർക്കും അവരെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പറ്റി. Amen. Amen. Hallelujah.
അപ്പൊ അടുത്തത് ഇനി ഒറ്റക്കാരോട് പറഞ്ഞ ആ ഭാവം ഇടാം. പിശാചിനും അവന്റെ ദൂതന്മാർക്ക്. അപ്പൊ പിശാചിനും അവന്റെ ദൂതന്മാരെന്ന് പറയുമ്പോൾ ആരാണ്? ക്രിസ്തുവേശുവിനെ, ദൈവത്തിന്റെ സ്ത്രീയുടെ സന്തതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഈ കായന്റെ സന്തതികൾ, കൊലപാതകന്റെ സന്തതികൾ, ഭോഷ്ക് പറയുന്നവന്റെ സന്തതികൾ. There are the seeds of Cain, the serpent seed. കായൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ അഴിയിക്കുന്നത്. കാരണം ദുഷ്ടൻ അവിടെ കൊടുക്കുന്നു. കായൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ, അർത്ഥം സെർപ്പന്റ്. ഹീസ് ദ സൺ ഓഫ്, ഹീസ് ദ സീഡ് ഓഫ്, സോറി, സ്പിരിച്വലി ടോക്കിംഗ്, ഈസ് നോട്ട് ഫിസിക്കൽ. സീഡ് ഓഫ് ദ സെർപ്പന്റ്സ്, ദ സീഡ് ഓഫ് കായൻ. Devil and his angels, that is high priests, scribes, Pharisees and the rulers. അവരാണ്, അവർക്ക് വേണ്ടിയാണ് എന്തൊരുക്കിക്കുന്നത്? പിശാചിനും, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 41, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക്. ഇവർ എവിടെയായിട്ട് വിടുന്നത്? നിത്യാഗ്നി എങ്ങോട്ടാണ് പോകുന്നത്? പ്രവാചകന്മാരെ കൊന്നവർ. ആബേലിന്റെ രക്തം മുതൽ ബെരക്യാവിന്റെ മകനെ എവിടെ കൊന്ന? ദേവാലയത്തിനും ആ ഓൾട്ടറിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ട ബെരക്യാവിന്റെ മകൻ സെക്രിയാവിന്റെ രക്തമേറിയ തലമുറയോട് ചോദിക്കും. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ന്യായവിധി വെച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കൂ, നമ്മുടെ വീടിന്റെ അയൽവക്കത്ത് സുവിശേഷം പറഞ്ഞിട്ട് കേൾക്കാത്തവർക്ക് വേണ്ടിയല്ല. നമ്മുടെ വീടിന് മുമ്പിൽ മറ്റൊരു ദേവനെ ആരാധിക്കുന്ന ഒരു അന്യജാതിക്കാരന് വേണ്ടിയല്ല. കവനന്റെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് അതിനെ അനുസരിക്കാതെ ആ ദൈവിക ഉടമ്പടിയിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധന്മാരെ ഉപദ്രവിക്കുകയും പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്ത ഈ മഹാ ക്രൂരന്മാരായ മതനേതാക്കന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരുന്ന ശിക്ഷാവിധിയുടെ ആ നടപടിക്ക് വേണ്ടിയാണ് നിത്യശിക്ഷാവിധി ദൈവം വെച്ചിരിക്കുന്നതെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് അയൽവക്കത്ത് കുറെ പാവങ്ങളുണ്ട്, അവരെയൊക്കെ പിടിച്ച് എന്തിനാ നരകത്തിടും? കഷ്ടം. സാധുക്കളായ മനുഷ്യർ സുവിശേഷം അനുസരിച്ചില്ലേ ഉടനെ തന്നെ നരകത്തിലിടും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു സുവിശേഷം നമ്മൾ പ്രസംഗം? സത്യം പറയുന്ന സുവിശേഷം അല്ലത്. അത് മനുഷ്യരെ പേടിപ്പിക്കുന്ന ഒരു, ഭീഷണിപ്പെടുത്തുന്ന ഒരു വാക്ക്. ഞാൻ ആ ഭാഗം ഒന്ന് വിടുക. അപ്പം ഹെൽ, eternal fire, is connected with covenant, sanctuary, and the punishment of the people, those who are disobeying, അനുസരണം കെട്ട് കാണിക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ ദൈവത്തിന്റെ പ്രതികാരം. അതുപോലെ തന്നെ ഒറ്റക്കാരോട് പറഞ്ഞാൽ ഇവിടെ നിർത്താൻ കാരണം എനിക്ക് ബാക്കി ഇനി നരകം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം, ഇതും നമ്മുടെ സഭായോഗങ്ങളിലും ഉപവാസ പ്രവർത്തനം പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു പാട്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഇനി മേലെ ഞാൻ പറയത്തില്ല. ഇനി പറയത്തില്ലെന്നല്ല, പറയും, പക്ഷേ ആ അർത്ഥത്തിൽ പറയത്തില്ല. യേശുക്രിസ്തു 70 പേരെ അയക്കുന്നുണ്ട് അല്ലേ? ലൂക്ക് ചാപ്റ്റർ 10, ലൂക്കോസിന് 10-ാം അധ്യായത്തിന് 17-ാം വാക്യം. ആ 70 പേരെ സന്തോഷത്തോടെ മടങ്ങുന്ന കർത്താവേ, നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറഞ്ഞു. ഭൂതങ്ങൾ, ഡിമൻസ്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഡിമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൊമ്പുള്ള, ഉണ്ടക്കണ്ണുള്ള, ചുമന്ന കണ്ണ്, വാല എന്നല്ല. ഡിമൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിളിക്കുന്നത്, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ആളുകൾക്കിട്ട പേരാണ് ഭൂതം. ഇനി ഭൂതത്തിന് വേറെ ക്ലാസ് എടുക്കാം. ഞങ്ങൾക്ക് കീഴടങ്ങുന്നു പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. റെവലേഷൻ കർത്താവ് നേരത്തെ കണ്ടെന്നേ. റെവലേഷൻ ചാപ്റ്റർ 12 കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരത്തിൽ. ഇതെന്തേ സംഭവം? പാമ്പുകളെയും തേളുകളും. പാമ്പാരാ? എൻ്റെ പൊന്ന് കർത്താവിന്റെ ദാസം, എന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ദയവായിട്ട് ഞാൻ പറയാം, പാമ്പെന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ എന്തോ ചിന്തിക്കുന്ന പോകരുത്. യേശു എന്താ പഠിപ്പിച്ചെന്ന് നോക്ക്, ബൈബിൾ എന്താ പറയുന്നത് നോക്ക്. സർപ്പസന്തതികളെ, പാമ്പുകളെ ആരെ വിളിച്ചത്? ക്രിസ്തുവിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെയാ. യോഹന്നാൻ സ്നാപകൻ പാമ്പെന്ന് വിളിച്ച ആരെയാണ്? പരീശന്മാര് ശാസ്ത്രന്മാര് വരുന്ന കണ്ടിട്ടാ സർപ്പസന്തതികൾ എന്ന് വിളിച്ചോളൂ. അപ്പൊ പാമ്പും സർപ്പസന്തതികളും ആരാണ് ആക്ച്വലി? കർത്താവായ യേശു ക്രിസ്തുവിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ പ്രോഗ്രാമിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ, അനുസരണം കെട്ട, മറുതലിപ്പുള്ള, വക്രതയുള്ള, ദുഷ്ടന്മാരായ, നീതി കാണിക്കാത്ത, കരുണയില്ലാത്ത ഈ മതനേതാക്കന്മാർക്ക് ബൈബിളിൽ ഇരിക്കുന്ന പേരാണ് പാമ്പുകളും തേളുകളും. പാമ്പ് മുമ്പോട്ട് വന്ന് കുത്തും, തേള് പുറകിൽ വന്ന് കുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ, എന്തുവായാലും പാമ്പും അവന്റെ ചിങ്കിടികളും, ഇത്രയേ ഉള്ളൂ.
മഹാപുരോഹിതനും അവന്റെ ശിങ്കിടികളുമാണ്. അല്ലെങ്കിൽ ഈ യഹൂദ മതം, അതാണ് ഈ കാണുന്ന പാമ്പും തേളും ഒക്കെ വഴുതാരയും. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒറ്റ മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന മഹാ നിത്യാഗ്നി. ഇനി നമ്മൾ നിത്യാഗ്നി എന്നാ ഉണ്ടാക്കിയെന്ന് പഠിപ്പിക്കും. അത് ഉണ്ടാക്കി എങ്ങനെയാന്ന് പഠിച്ച ശേഷം ഈ മഹാസർപ്പത്തെയും പാമ്പ് എവിടെ വെച്ച് കത്തിച്ചെന്നും പഠിപ്പിക്കും. ഇതെല്ലാം കൂടെ സീരിയസ് ആയിട്ട് നമുക്ക് ഈ ആഴ്ച ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം. ദയവായിട്ട് നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കുക. ബൈബിളിൽ അങ്ങനെയോ എന്ന് നിശ്ചയമായിട്ടും പരിശോധിക്കുക. മാത്രമല്ല, ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ നിങ്ങളിത് മറ്റു ആൾക്ക് ഷെയർ ചെയ്യണം. ഒത്തിരി ആളുകളുടെ കണ്ണുകൾ തുറക്കാൻ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ അറിയുന്നു. കർത്താവിനെ നന്നായിട്ട് അറിയാം. വളരെ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്ത് ഒത്തിരി ആളുകളുടെ വിരോധം സമ്പാദിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും സത്യം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ദയവായിട്ട് അങ്ങനെ ചെയ്യുക. നമ്മുടെ ഈ കൊച്ചു എഫേർട്ടിനെ നിങ്ങൾ പ്രാർത്ഥനയിലും മറ്റും സപ്പോർട്ട് ചെയ്യുക. കർത്താവിനവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ 2ാം ഭാഗവുമായിട്ട് വരാം. I love you. God bless you.